ഹായ് മക്കളെ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്ക് ബീർ ബഹൂട്ടി ഒക്കെ ചാപ്റ്റർ ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ. അപ്പൊ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹതാശ സേക്ക് വ്യക്തി ബൈഡ്യാദ എന്നുള്ളൊരു ചാപ്റ്റർ ഇട്ടാ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ബീർ ബഹൂട്ടി ടൂട്ടാ പഹിയ അയാം കലാം, ഇതാണ് നമുക്ക് ഓൺ എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ചോദിക്കുക. എന്നാലും ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണെന്ന് നമുക്ക് പറയാം. ഏകദേശം ഒരു 4-5 മാർക്കിനൊക്കെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറ് സാധാരണ ഗതിയിൽ കേട്ടാ. അപ്പൊ ഹതാശ സേക്ക് വ്യക്തി ബൈഡ്യാദ, നിരാശയോട് കൂടി ഒരു വ്യക്തി ഇരിക്കുന്നു, അതാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ നെയിം എന്ന് പറയുന്നത്. ഇതിന് താഴെ നോക്കിയേ, വിനോദ് കുമാർ ശുക്ല की कविता पर नरेश सक्सेना की टिप्पणी. അപ്പൊ വിനോദ് കുമാർ ശുക്ല എഴുതിയ കവിതയ്ക്ക് ആരെഴുതിയ ടിപ്പണിയാണ്? നരേഷ് സക്സേന എഴുതിയ ടിപ്പണിയാണ് നമ്മളുടെ ഹതാശ സേ ഏക് വ്യക്തി ബൈഡ്യാദ എന്നുള്ള ഈ ഒരു ചാപ്റ്റർ. അപ്പൊ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ടീച്ചർ ഇന്ന് ഇവിടെ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ നോക്കാം. ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ 2 കാര്യങ്ങൾ മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്ത് കവി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജാനിനെ കി റുട്ടീഗ്രസ്ത് ആധാറും ജാനിനെ കി അസ്ലി ആധാറും. ജാനിനെ കി റുട്ടീഗ്രസ്ത് ആധാർ എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വരുന്ന ആചാരം. ആ ഒരു വ്യക്തിയെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിയലാണ് ഉദ്ദേശിക്കുന്നത്? അതാണ് റുട്ടീഗ്രസ്ത് ആധാർ. എന്തൊക്കെ കാര്യങ്ങൾ അറിയലാണ്? ഏക് വ്യക്തി കാ നാം, ആ വ്യക്തിയുടെ എന്ത്? നാം. നാം എന്ന് വെച്ചാൽ എന്താ? നെയിം ആണ്, പേര്. പിന്നെ ആ വ്യക്തിയുടെ അഡ്രസ്, പദാന്ന് വെച്ചാല് അഡ്രസ് ആണ്. പിന്നെ ആ വ്യക്തിയുടെ ഉമ്ര, ഉമ്ര എന്ന് വെച്ചാൽ എന്താ? ഏജ് ആണ്. പിന്നെ ആ വ്യക്തിയുടെ എന്താണ്? ഏക് വ്യക്തി കാ ഓഹദ, ഓഹദ എന്ന് വെച്ചാൽ പദവി, സ്റ്റാറ്റസ് ഇല്ലേ? ഹയർ സ്റ്റാറ്റസ് ആണോ ആ വ്യക്തി, അതോ ലോവർ സ്റ്റാറ്റസ് ആണോ, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ? അതോ ഒരു മിഡിൽ ക്ലാസ് വ്യക്തിയാണോ എന്നൊക്കെ പറയില്ലേ? അതാണ് ഓഹദേ. പിന്നെന്ത്? ജാതി, ഒരു വ്യക്തി ഏത് ജാതിയിൽ പെട്ട ആളാണെന്നൊക്കെ നമ്മൾ അറിയില്ലേ? അതൊക്കെയാണ് നമ്മൾ പണ്ട് മുതലേ ശീലിച്ചു വരുന്ന അറിയല്. അതാണ് റുട്ടീഗ്രസ്ത് ആധാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഇനി നെക്സ്റ്റ്, ജാനിനേക്ക് അസ്ലി ആധാർ. ഒരാളെ ശരിക്കും അറിയാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയേണ്ടത്? അതാണ് അസ്ലി ആധാർ. എന്തൊക്കെയാണ് ആളുടെ അറിയേണ്ടത് നമ്മള്? ഹതാശ, നിരാശ, അസഹായത, സങ്കട്. ഹതാശ, നിരാശ സെയിം മീനിങ് ആണ്. എന്താണ്? സങ്കടം, വിഷമം എന്നൊക്കെ പറയില്ലേ? പിന്നെ അസഹായത എന്താണ്? നിസ്സഹായാവസ്ഥ. അസഹായത, നിസ്സഹായാവസ്ഥ. സങ്കട് എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ പ്രോബ്ലംസ് ആണ് കേട്ടോ. സങ്കട് എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ പ്രോബ്ലംസ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ചാപ്റ്റർ ടോട്ടലായിട്ട് നമുക്ക് ഷോർട്ടാക്കി പറയാൻ പറഞ്ഞാൽ ഇതാണ് അതിൽ വരുന്ന കണ്ടന്റ്. അപ്പോൾ ഒരു വ്യക്തിനെ അറിയാനായിട്ട് ആളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് അറിയണ്ടേ? ആളുടെ ഹതാശ, നിരാശ, അസഹായത, സങ്കട്. ഇത് നമ്മൾ പണ്ട് മുതലേ ശീലിച്ച് വരുന്ന അറിയല്. ഒരാളറിയാന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മുതലേ ശീലിച്ച് വരുന്ന ഒരു ആചാരമുണ്ട്. ആളുടെ പേരറിയാ, അഡ്രസ് അറിയാ, അതൊക്കെ. അപ്പൊ അതാണ് റുട്ടീഗ്രസ്ത്, ഇതാണ് അസ്ലി ജാനിന. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ ഷോർട്ടായിട്ട് ഇതിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രം എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് ആണ്. കവിത ആരാ എഴുതിയത്? ഹതാശ സേക്ക് വ്യക്തി ബൈഡ്യാദ എന്നുള്ള കവിത ആരാ എഴുതിയത്? വിനോദ് കുമാർ ശുക്ലാണ് കവിത എഴുതിയത്. ഇതിന്റെ ടിപ്പണി, കവിതയ്ക്ക് എപ്പോഴും ഒരു ആശയം ഉണ്ടാവില്ലേ? ആ ആശയം എഴുതിയത് ആരാ? നരേഷ് സക്സേനയാണ് ആശയം എഴുതിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹതാശ സേ ഏക് വ്യക്തി ബൈഡ്യാദ. കവിതയുടെ പേരാണ് നിരാശയോട് കൂടി ഒരു വ്യക്തി ഇരിക്കുന്നു. കവിത കിസ് ബാത് കി യാദ് ദിലാത്തി ഹേ. കവിത എന്ത് കാര്യമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? കിസ് ബാത് കി യാദ് ദിലാത്തി ഹേ, എന്ത് കാര്യമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? എന്ത് കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത്? മനുഷ്യ കി തര ജാനിനെ കി യാദ് ദിലാത്തി ഹേ. ഒരു മനുഷ്യനെ മനുഷ്യ കി തര, യഥാർത്ഥ മനുഷ്യനായി തന്നെ അറിയണം എന്നുള്ളൊരു യാദ് ദിലാത്തി ഹേ, ഓർമ്മപ്പെടുത്തലാണ് കവി നമുക്ക് നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹതാശ സേ ഏക് വ്യക്തി ബൈഡ്യാദ സന്ദേശ് ക്യാ ഹേ. ഈ ഹതാശ സേ ഏക് വ്യക്തി ബൈഡ്യാദ എന്നുള്ള ഈ ഒരു ആശയം ഉണ്ടല്ലോ, ആശയമാണ് നമുക്ക് പഠിക്കാനുള്ളത്, ആ കവിതയുടെ ആശയം കേട്ടാ. അപ്പൊ അതിന്റെ സന്ദേശ് ക്യാ ഹേ, അതിന്റെ സന്ദേശം എന്താണ്? അതിന്റെ മെസ്സേജ് എന്താണ്? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് അതിന്റെ മെസ്സേജ്? ദോ മനുഷ്യോ കെ ബീച്ച്, 2 മനുഷ്യർക്കിടയിൽ മനുഷ്യത ഹോന ജറൂരി ഹേ. എന്താണ് വേണ്ടത്? മനുഷ്യത്വം, മനുഷ്യത, മനുഷ്യത്വമാണ് വേണ്ടത്.
ബാഹരി ജാൻകാർ ജറൂർ നഹി ഹേ. ബാഹരി ജാൻകാർ എന്ന് വെച്ചാൽ എന്താ? പുറമേയുള്ള അറിവുകൾ. എന്തൊക്കെയാണ് പുറമേയുള്ള അറിവുകൾ? ആളുടെ പേര്, അഡ്രസ്, അതൊന്നും നമുക്ക് എന്തില്ല, ജറൂർ നഹി ഹേ, നമുക്ക് ആവശ്യമില്ല എന്ന് പറയണേ. നമുക്ക് ഒരാളുടെ എന്തറിഞ്ഞാൽ മതി? ആളുടെ സങ്കടം, വിഷമമൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതി. അല്ലാണ്ട് എന്തിന്റെ ആവശ്യമില്ല? ആളുടെ പേര്, അഡ്രസ്, വീട് എവിടെയാണ്, എത്ര വയസ്സായി, കാര്യങ്ങൾ, അതിൻ്റെ ഒന്നും ഒരു കാര്യവും ഇല്ല. അത് അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഇതിൽ പറയണേ. ഓക്കെ, നെക്സ്റ്റ് ആശയാണ് കേട്ടാ. ഇത് മേ ബി ചോദിക്കാം, ഒരു തവണ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് ആശയം ഒന്ന് നോക്കാം. ഹിന്ദി സാഹിത്യക്കെ പ്രമുഖ കവി. ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖനായ കവി ആരാണ്? വിനോദ് കുമാർ ശുക്ല ലിഖി ഹുയി. വിനോദ് കുമാർ ശുക്ല എഴുതിയ ഏക് സുന്ദർ കവിത ഹേ ഹതാശ സേ ഏക് വ്യക്തി ബഡ് ഗയാ. ഒരു സുന്ദരമായ കവിതയാണ് ഹതാശ സേ ഏക് വ്യക്തി ബഡ് ഗയാ എന്നുള്ളത് ഫസ്റ്റ് വരി. രണ്ടാമത്തെ വരി, ഇസ് കവിത മേം കവി കഹത്തെ ഹേ കി. ഈ കവിതയിൽ കവി പറയുന്നത് കിസി വ്യക്തി കോ ജാനനെ കെ ലിയേ, ഏതെങ്കിലും ഒരു വ്യക്തിയെ അറിയാനായി, ഉസ്കെ നാം, പദേ, ഉമ്ര, ഓഹദേ. നാം എന്താ? പേര്, പദേ അഡ്രസ്, ഉമ്ര വയസ്സ്, ഓഹദേ പദവി. ബാഹരി ജാൻകാരിയാം കി ജറൂരത് നഹി ഹേ. ബാക്കി ആളുടെ പുറമേയുള്ള ഈ വക അറിവുകളുടെ ഒന്നും ജറൂരത് നഹി ഹേ, ഒരു ആവശ്യവും ഇല്ല എന്നാ പറയണേ. ഹം കിസി വ്യക്തിക്കോ, നമ്മളൊരു വ്യക്തിയുടെ, ഉസ്കി ഹതാശ, ആളുടെ ഹതാശ, നിരാശ, സങ്കടാണ് കേട്ടാ, അസഹായത എന്ന് വെച്ചാൽ എന്താ? നിസ്സഹായാവസ്ഥ. ഉൻകി സങ്കട് സേ നഹി ജാൻതേ തോ, ഉൻകി സങ്കട്, അവരുടെ സങ്കട് എന്ന് വെച്ചാൽ എന്താ? പ്രോബ്ലംസ് ഒന്നും, നഹി ജാൻതേ തോ, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ, ഹം കുച്ച് നഹി ജാൻതേ, നമുക്കൊന്നും അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒരു വ്യക്തിയുടെ ഹതാശ, നിരാശ, അസഹായത, സങ്കടാണ് നമ്മൾ ശരിക്കും അറിയണ്ടേ. അല്ലാണ്ട് ആളെ കുറിച്ച് എന്തറിയാന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് വരെ നോക്കിയേ. യേ കവിത മനുഷ്യക്കോ മനുഷ്യ കി തരഹ് ജാനനെ കി യാദ് ദിലാത്തി ഹേ. ഈ കവിത ഒരു മനുഷ്യനെ മനുഷ്യനായി തന്നെ അറിയണം എന്നുള്ള യാദ് ദിലാത്തി ഹേ, ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് നൽകുന്നത്. ഓക്കെ, കവിത കാ സന്ദേശേക്ക്. ഇനി കവിതയുടെ മെസ്സേജ് ആണ് കേട്ടോ പറയണേ. കവിത കാ സന്ദേശേക്ക്, കവിതയുടെ മെസ്സേജ് എന്താണ്? ദോ മനുഷ്യോ കെ ബീച്ച്, രണ്ടു മനുഷ്യർക്കിടയിൽ എന്താണ് വേണ്ടത്? ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യത കാ അനുഭവ് ജറൂരി ഹേ. മനുഷ്യത്വം എന്നുള്ള ഒരു അനുഭവമാണ് നമുക്ക് വേണ്ടത്. ഒരാളെ നമ്മൾ എന്തായിട്ട് കാണണം? മനുഷ്യനായി തന്നെ കാണണം. മനുഷ്യത്വം എന്നുള്ളൊരു സാധനം എപ്പോഴും നമുക്ക് വേണം മറ്റുള്ളവരുടെ അടുത്ത്. എന്താവശ്യമില്ല അവിടെ? ബാഹരി ജാൻകാരിയാം ജറൂരി നഹി ഹേ, പുറമേ ഉള്ള അറിവുകൾ ഒന്നും ആവശ്യമില്ലാന്ന്. ഈ ബാഹരി ജാൻകാരിയാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം, പദേ, ഉമ്ര, ഓഹദയ്ക്കില്ലേ, പേര്, അഡ്രസ്സ്, വയസ്സ്, ആ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരാളുടെ എന്താ അറിയണം നമ്മൾ? വിഷമം, സങ്കടം, ആളുടെ നിസ്സഹായാവസ്ഥയൊക്കെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പൊ ഇതാണൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ട്ടാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹതാശ സേ ഏക് വ്യക്തി ബഡ് ഗയാ താ. കവിത കി ടിപ്പണി പഠ്കർ. കവിത വായിച്ചിട്ട് വിനോദ് കുമാർ ശുക്ല, നമ്മുടെ വിനോദ് കുമാർ ശുക്ല നരേഷ് സക്സേന കോ ഏക് പത്ര ലിഖ. നരേഷ് സക്സേനയ്ക്ക് ഒരു കത്ത് എഴുതാണ് കേട്ടോ. ആളുടെ ടിപ്പണിയൊക്കെ വായിച്ചിട്ട് വ പത്ര കൽപ്പന കർക്കെ ലിഖേ. ആ പത്ര സങ്കല്പിച്ച് എഴുതാനാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ. പ്രിയ നരേഷ്, അപ്പൊ പറയാണ് പ്രിയ നരേഷ്. വിനോദ് കുമാർ ശുക്ലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആദ്യം പ്രിയമിത്ര എന്ന് പറയില്ലേ, അതേപോലെ പ്രിയ നരേഷ് എന്ന് പറഞ്ഞു. ആപ് കേസേ ഹോ, എങ്ങനെ ഇരിക്കണോ? ടിക് സെ ഹേ നാ, സുഖാണോ എന്നൊക്കെ ചോദിച്ചു. മേം ഏക് ബാത്ത് ബതാനെ കെ ലിയേ യഹ് പത്ര ലിഖ്താ ഹൂ. ഞാനൊരു ബാത്ത് കാര്യം ബതാനെ കെ ലിയേ പറയാനായാണ് യഹ് പത്ര ലിഖ്താ ഹൂ, ഈ കത്ത് എഴുതുന്നത്. ഇൻട്രൊഡക്ഷൻ നമ്മൾ എഴുതി കൊടുത്തു. നെക്സ്റ്റ് വരി, മേം നെ ആപ്കി ടിപ്പണി പഠി. ഞാൻ താങ്കളുടെ എന്ത് വായിച്ചു? ടിപ്പണി വായിച്ചു. ജാനന ശബ്ദ കാ സച്ചാ അർത്ഥ. ജാനന അറിയുക എന്ന ശബ്ദത്തിന്റെ സച്ചാർത്ത്, ശരിക്കുള്ള അർത്ഥം, മീനിങ്. ആപ്നെ സബ്കോ സമജായ, താങ്കൾ എല്ലാവരിലേക്കും എത്തിച്ചു കഴിഞ്ഞു. ആജ്കൽ മനുഷ്യോ കെ മൻമേം. ആജ്കൽ ഇന്നത്തെ ഈ ഒരു തലമുറയില് മനുഷ്യോം കെ മൻമേം എന്ന് വെച്ചാൽ മനുഷ്യരുടെ മൻമേം മനസ്സില് മനുഷ്യത നഷ്ട ഹോ രഹാ ഹേ. മനുഷ്യത, മനുഷ്യത്വം എന്നുള്ളത് നഷ്ട ഹോ രഹാ ഹേ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യോം കെ ബീച്ച്, മനുഷ്യർക്കിടയിൽ
മാനവീയ സംവേദന ഹോന ജറൂരി ഹേ. എന്താണ് വേണ്ടത്? മാനവീയ സംവേദന. മാനവീയ സംവേദന എന്ന് വെച്ചാൽ എന്താണ്? മാനുഷിക കാരുണ്യാണ് ജറൂരി ഹേ, വേണ്ടത്. ജാൻകാരിയാം ജറൂരി നഹി ഹേ. അവിടെ എന്താവശ്യമില്ല? പുറമേയുള്ള ജാൻകാരിയാം, പുറമേയുള്ള അറിവുകളൊന്നും ജറൂരി നഹി ഹേ, ആവശ്യമില്ല എന്നാ പറയുന്നത്. മേരി കവിത പർ ആപ്കെ ടിപ്പണി. എന്റെ കവിതയ്ക്ക് താങ്കൾ എഴുതിയ ടിപ്പണി, താങ്കൾ എഴുതിയ ആശയം. പഠിക്കർ, വായിച്ചിട്ട്. ബഹുത് ലോഗ് മുझे കവി കെ രൂപ് മേ അഭിനന്ദൻ കർത്തേ ഹേ. അപ്പൊ പറയാണ്, താങ്കൾ എന്റെ കവിതയ്ക്ക് എഴുതിയ ആ ടിപ്പണി വായിച്ചിട്ട്, പഠിക്കർ വായിക്കുക, വായിച്ചിട്ട്, ബഹുത് ലോഗ് ഒരുപാട് ആളുകള്, മുझे കവി കെ രൂപ് മേ എന്നെ കവി എന്നുള്ള രൂപത്തിൽ എന്ത് ചെയ്തു? അഭിനന്ദൻ കർത്തേ ഹേ, അഭിനന്ദൻ കർത്തേ ഹേ, അഭിനന്ദിച്ചിട്ടുണ്ട്, ഇപ്പോഴും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കർത്തേ ഹേ. അഭി മേം ജാൻതാ മേരി കവിത കാ ലക്ഷ്യ പ്രാപ്ത് കിയാ ഹേ. അപ്പൊ നമ്മളുടെ വിനോദ് കുമാർ ശുക്ലിന്റെ കവിതയാണ്, അതിലാണ് ആര് ടിപ്പണി എഴുതിയേ? നരേഷ് സക്സേന ഒരു ടിപ്പണി എഴുതിയത്. അപ്പൊ വിനോദ് കുമാർ ശുക്ല് പറയാണ്, അഭിമേം ഇപ്പൊ ഞാൻ ജാൻതാ ഹൂംകി, ഇപ്പൊ എനിക്ക് മനസ്സിലായി, എനിക്കിപ്പൊ അറിയാം എന്താണ് മേരി കവിത കാ ലക്ഷ്യ, എന്റെ കവിതയുടെ ലക്ഷ്യം പ്രാപ്തി കിയാ ഹേ, പ്രാപ്തമായി കഴിഞ്ഞു, എനിക്കിപ്പോൾ മനസ്സിലായി, എൻ്റെ കവിത കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇസ്ലിയേ മേ ബഡി ഖുഷി ഹൂം, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സന്തോഷത്തിലാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് എന്ത് പറഞ്ഞിട്ടുണ്ട്? ധന്യവാദ്, താങ്ക് യു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലെറ്ററിന്റെ ഫോർമാറ്റ് നമുക്കറിയാം. ഈ സൈഡിൽ നമ്മൾ പ്യാർ സേ, സ്നേഹത്തോടെ, വിനോദ് കുമാർ ശുക്ല് പേരെഴുതി, പിന്നെ ഹസ്താക്ഷർ, ഒപ്പാണ്, ഒപ്പ് ഒന്ന് ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഹസ്താക്ഷരം എഴുതി കൊടുത്താൽ മതി. പിന്നെ ഈ സൈഡിൽ സേവാമേ ഫ്രം അഡ്രസ്സ് കൊടുക്കുക, അഡ്രസ്സ് ഒന്നും എഴുതണ്ട, പദ അഡ്രസ്സും പറഞ്ഞൊരു ബോക്സിലാക്കി വെച്ചാലും മതി. അപ്പൊ ഇതാണ് നെക്സ്റ്റ് 4 മാർക്കിന്റെ ചോദ്യം കേട്ടോ. ഫോർമാറ്റ് പഠിച്ചു വെച്ച് ജസ്റ്റ് ഈ കണ്ടന്റ് പഠിച്ചു വെച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റണതുള്ളൂ. ഓക്കെ, നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കാം. ऑगस्ट 19 विश्व मानवता दिवस के अवसर पर. അപ്പൊ എന്താണ് ഈ ലോക വിശ്വം എന്ന് വെച്ചാൽ എന്താ? ലോകം, വിശ്വം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ വിശ്വ മാനവതാ ദിവസം എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റേറിയൻ ഡേ അല്ലെങ്കിൽ മാനുഷിക ദിവസമാണ് കേട്ടാ. മനുഷ്യന്മാർക്ക് പരിഗണന നൽകുന്ന ഒരു ദിവസമാണ്. അപ്പൊ ആ ഒരു ദിവസത്തില് അവസർ പർ ജ്വാല കലാസമിതി ജൈസൽമേർ. അപ്പൊ ജ്വാല കലാസമിതി ജൈസൽമേർ, അപ്പൊ ക്ലബിന്റെ പേര്, ഒരു സമിതികളുടെ പേരൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ആ സമിതിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. ജൈസൽമേർ ആണ് കേട്ടോ സ്ഥലം. വിശ്വപ്രേം ഭായിചാര ആദി സന്ദേശ കോ പ്രചാർ കർണേ ജാ രഹി ഹേ. അപ്പൊ ആ ഒരു ദിവസത്തില് എന്തൊക്കെയാണ്? വിശ്വപ്രേം, ലോകത്തിൽ എന്താ പറയാ, പ്രേം എന്ന് വെച്ചാൽ എന്താണ്? സ്നേഹവും. അതേപോലെ തന്നെ ഭായിചാര, ഭായിചാര എന്ന് വെച്ചാൽ ബ്രദർഹുഡ് അല്ലെങ്കിൽ എന്താ സാഹോദര്യം ഇല്ലേ, സാഹോദര്യം പരസ്പരം ഉള്ളത്. അപ്പൊ ആ സാഹോദര്യം എല്ലാം പ്രചാർ കർണേ ജാ രഹി ഹേ, പ്രചരിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. इसके लिए एक പോസ്റ്റർ തയ്യാർ കരേം, ഇതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. അപ്പൊ നമുക്ക് പോസ്റ്റർ അറിയാം, 2 ടൈപ്പിൽ പോസ്റ്റർ ചോദിക്കും. ഒന്ന് സന്ദേശ് ദേനെ വാലി പോസ്റ്റർ, സന്ദേശം കൊടുക്കുന്ന പോസ്റ്ററും, ഒന്ന് എത്തരത്തിലുള്ള പോസ്റ്ററാ? നമ്മൾ ക്ഷണിക്കുന്ന പോസ്റ്റർ, ഇൻവൈറ്റ് ചെയ്യേണ്ട പോസ്റ്ററുമാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ത് പോസ്റ്ററാണ്. നോക്കിയേ, സന്ദേശോം ക, കണ്ടാ, സന്ദേശം എന്നുള്ളൊരു വാക്കില്ലേ, മെസ്സേജ് എന്നുള്ളൊരു വാക്കുണ്ട്. ഇതിൽ എന്തിന്റെ ആവശ്യമില്ല? സ്ഥാൻ സമയ് താരിഖ് സബ്കാ സ്വാഗത്, ഈ സാധനത്തിന്റെ ആവശ്യം ഇല്ല. കറക്റ്റ് ഹെഡിങ് എഴുതാം, എന്താണോ പോയിന്റ്സ് നമുക്ക് വേണ്ടത് ആ പോയിന്റ്സ് മാത്രം എഴുതിയിട്ട് ആക്കിയാൽ മതി. ഒരു ബോക്സ് ഒക്കെ വരച്ച് കൊടുത്താൽ മതി. അത്യാവശ്യം ഭംഗിയാക്കാം. പിന്നെ അതിനോടനുബന്ധിച്ച് വല്ല പിക്ചേഴ്സും ഉൾപ്പെടുത്താം. അപ്പം ഞാനിവിടെ പോയിന്റ്സ് ആണ് കേട്ടോ, നിങ്ങൾക്ക് അതിൽ ചേർക്കാൻ ആവശ്യമുള്ള പോയിന്റ്സ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ ഹെഡിങ് കൊടുത്തു. ഈ ഹെഡിങ് ഞാൻ എവിടെന്നാ കൊടുത്തത്? ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഹെഡിങ് ആണോ ഇത്? അല്ല. ഈ ഹെഡിങ് ഞാൻ എവിടെന്നാ കൊടുത്തേ? ഈ ക്വസ്റ്റ്യനിൽ നിന്നാണ് ഡയറക്റ്റ് ഞാൻ ഈ ഹെഡിങ് കൊടുത്തത്. ക്വസ്റ്റ്യൻ തന്നെയല്ലേ? ഓഗസ്റ്റ് 19 ഏതാണ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ വിശ്വ മാനവികതാ ദിവസ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ നിന്നാണ് ഞാൻ ഈ ഹെഡിങ് എടുത്ത് എഴുതിയത്. ഓക്കെ, അപ്പൊ ആ ഹെഡിങ് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും മെസ്സേജസ് കൊടുക്കാനായിട്ട് നമുക്ക് ഓരോ ഹിൻഡായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് ഉണ്ടാക്കി എഴുതാം കേട്ടാ. അപ്പൊ നിങ്ങളൊരു 4 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഇതിൽ കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ജാതീയ ധാർമ്മിക് ഓർ സംബന്ധി അസമാനത ദൂർ കരേം. അപ്പൊ ആദ്യത്തെ പോയിന്റ് എന്താണ്? നമ്മൾ ജാതീയമായിട്ടുള്ള ഒരുപാട് അസമാനത അല്ലെങ്കിൽ വേർതിരിവുകൾ ഉണ്ട്, അതിനെല്ലാം ദൂർ കരേ, ഒഴിവാക്കാനാണ് പറയുന്നത്. ആദ്യത്തെ പോയിന്റ് കേട്ടാ. നെക്സ്റ്റ് പോയിന്റ് വിശ്വപ്രേം കാ പ്രചാർ കരേ. വിശ്വപ്രേം എന്ന് വെച്ചാൽ ലോകം മൊത്തം, പ്രേം സ്നേഹം പ്രചരിപ്പിക്കൂ.
സെക്കൻഡ് പോയിന്റ് ആണ്. മൂന്നാമത്തെ പോയിന്റ് ഭായിചാര ബനായെ രഖേ, നമ്മൾ പരസ്പരം എന്ത് ചെയ്യാനായിട്ട്, ബ്രദർഹുഡ് അല്ലെങ്കിൽ എന്താ സാഹോദര്യമില്ലേ, സാഹോദര്യം പ്രചരിപ്പിക്കാനാണ് മൂന്നാമത്തെ പോയിന്റ്. അല്ലെങ്കിൽ ആ സാഹോദര്യം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ, അതാണ് തേർഡ് പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. അസഹായവും കി മദത് കരേ. അസഹായവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിസ്സഹായരായ ആളുകൾ ഉണ്ടാവില്ലേ, ഇപ്പോൾ വൃദ്ധരാവാം അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാത്ത ആളുകളുണ്ട് ഒരുപാട്. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യാം, മദത് കരേം, സഹായിക്കൂ. അപ്പോൾ ഇവിടെ ഒരു 4 പോയിന്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പോയിന്റ്സ് നല്ലപോലെ പഠിക്കുക. ഹെഡിങ് എവിടെ ഉണ്ടാവും, ഞാൻ എവിടെ നിന്നും അല്ല ഹെഡിങ് ഉണ്ടാക്കി എഴുതിയത്, ക്വസ്റ്റ്യനിൽ നിന്നാണ് ഹെഡിങ് എഴുതിയത്. ലാസ്റ്റ് ഈ ക്ലബിന്റെ നെയിം ജ്വാല കലാസമിതി ജയ്സൽമേർ, അതൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലോ എവിടെയാണെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക. ഈ പേരും ഞാൻ ഉണ്ടാക്കി എഴുതിയ പേരാണോ, അല്ല, ഇതും നമ്മളുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന പേരാണ് കേട്ടോ. ഇത് കണ്ട, ജ്വാല കലാസമിതി ജയ്സൽമേർ, ക്വസ്റ്റ്യനിലുള്ള അതേ പേരാണ് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നുള്ളൊരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിലപ്പുറം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഒരു 5 മാർക്ക്, മാക്സിമം ഒരു 5 മാർക്ക് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അപ്പോൾ നല്ലപോലെ പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്